കണ്ടോ ഇത് കണ്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇത് ശരിക്കും വലിയ പുല്ലൊക്കെ ചെത്താനുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ മുറ്റം കണ്ടോ, ശരിക്കും പുല്ല് പിടിച്ച് നിൽക്കുകയാണ്. ശരിക്കും നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ നമ്മൾ ടൈലിട്ട സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാതെ മെക്സിക്കൻ ഗ്രാസ് ആണ് വെച്ചത്. പക്ഷേ മെക്സിക്കൻ ഗ്രാസ് അല്ല ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തുള്ള വെറും പുല്ല് കയറി അങ്ങ് മേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഒരെണ്ണം വീഴും, അതിന് പൂ വരും, അത് മുഴുവൻ ഇവിടെ അങ്ങ് ആകും. അങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ശരിക്കും അത് ഇവിടെ മെഷീനുണ്ട്, എന്നാലും എപ്പോഴൊന്നും കട്ട് ചെയ്യത്തില്ല. അത് എൻ്റെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്യുന്നതും ഇതിൻ്റെ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഗ്രാസ് കട്ടർ നല്ലൊരു ഗ്രാസ് കട്ടറാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിയത് ഇതാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ബാറ്ററി ഒരു അരമണിക്കൂർ നമുക്ക് ഒരു ബാറ്ററി അരമണിക്കൂറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് പ്രവർത്തിപ്പിക്കാം. സംഗതി അടിപൊളിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ശരിക്കും ഇവിടെ ഒരു ബട്ടണുണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് വെറുതെ അതൊരു സേഫ്റ്റി മെഷേഴ്സായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരിക്കും ഞാൻ ജീൻസൊക്കെ ഇട്ടാണോ കട്ട് ചെയ്യുന്നതെന്ന്. ശരിക്കും ഇത് നമ്മൾ നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ തെറിച്ച് വീഴും. അതുകൊണ്ട് തന്നെ ഷൂ ഇടാൻ പറ്റുകയാണെങ്കിൽ ഷൂ ഇടണം. അതുപോലെ തന്നെ മുണ്ടാണ് ഉടുക്കുന്നതെങ്കിൽ അത് മുണ്ടഴിച്ചിടണം. ലേഡീസൊക്കെ ആണെങ്കിൽ നൈറ്റി ആണെങ്കിലും ഫുള്ളായിട്ട് ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ ജീൻസൊക്കെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണ് അടിച്ചു വീഴും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗോഗിൾസ് ഉള്ളതാണ്, കണ്ണട ഉള്ളതാണ്. ഞാൻ പക്ഷേ ആ കണ്ണട ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം ഞാൻ വേറെ ഒരു കണ്ണട അതും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ണിൽ ഇത് അടിച്ചു വീഴും. അതുകൊണ്ട് എത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എന്നിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവേ. കണ്ടോ ഇത് കണ്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഈ പുല്ല് കട്ട് ചെയ്ത് കാണിക്കാം. ഒരു പ്ലാസ്റ്റിക് വയർ കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരല്പം അങ്ങ് പോയി. ഞാനതൊന്ന് മാറുന്നത് കൂടെ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. സംഗതി എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ടുള്ള വയർ. ഇത് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ സൂക്ഷിച്ച് തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറാം. ഇത് നമ്മൾ അഴിക്കാനായിട്ട് ആദ്യം ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് വേണം ഇത് അഴിക്കാൻ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിലാണ് നമ്മൾ അഴിക്കുന്നത്. സാധാരണ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ അഴിക്കുന്നത്. ഇത് പക്ഷേ ക്ലോക്ക് വൈസിലാണ് അഴിക്കുന്നത്. അപ്പോൾ അതേ നോക്കി, ഇതെല്ലാം നമുക്ക് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇടാം. നമ്മളിത് 2 പീസാക്കുകയാണ്. നമുക്ക് ഈ ഒരു അളവിൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഈ ഒരു വശം ഇതൊന്ന് ഉരുക്കിയെടുക്കണേ. ഒരു വശം ഒന്ന് ഉരുക്കി, എന്നാലേ അതൊന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയിട്ട് നമ്മൾ ഒരു വശം ഒന്ന് ചളുക്കി വെക്കണം. ചളുക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം. ഇത് ഈ ഒരു വശത്തേക്ക് കയറ്റിയിട്ട് 2 ഓപ്പോസിറ്റ് വശം വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് കയറ്റുക. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാവേ. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് കറക്റ്റായിട്ട് തന്നെ വരണം. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജെർക്കിങ് ഉണ്ടാകും, ഒരു വൈബ്രേഷൻ ഉണ്ടാകും. നമുക്കത് ബുദ്ധിമുട്ടാണ്. അത് കൂടുതൽ നേരം നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം. അപ്പോൾ ഇത് മുറുക്കുമ്പോഴും ഊരുമ്പോഴും ഒക്കെ ഈ ഒരു
ഹോളിൽ ഈ ഈ സ്ക്രൂ ഡ്രൈവർ ഒന്ന് വെക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് വെറുതെ കിടന്ന് കറങ്ങും, നമുക്കത് മുറുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഞാനിത് മുറുക്കുന്നത്. അതേ, അത് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നോക്കിയേ, ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. കണ്ട, ഇപ്പം നല്ല ഭംഗിയായല്ലേ? കണ്ട എന്ത് അതുപോലെ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളുടെ കൈയുടെ ലെങ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ഹാൻഡിൽ. അതുപോലെ ഇതുമെല്ലാം സെപ്പറേറ്റ് വരുന്നതാണ്. ഇതുമെല്ലാം നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇതിന് ഇതുപോലെ ഒരു കട്ടർ വരുന്നുണ്ട്. ഇത് ശരിക്കും വലിയ പുല്ലൊക്കെ ചെത്താനുള്ളതാണ്. ഇപ്പം ഇവിടെ നല്ല വലിയ പുല്ലാണ്. അപ്പോൾ ഞാൻ ആ റോപ്പ് മാറ്റിയിട്ട് ഇത് ആണ് എടുക്കുന്നത്. നോക്കട്ടെ. നോക്കിയേ, നമ്മൾ ഏകദേശം നല്ല സെറ്റാക്കി. വലിയ പുല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കട്ടർ കൊണ്ട് ചെയ്തു. മഴ വരുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം. അപ്പോൾ ഇത് നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണേ. ഇതേ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്താൻ. വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.